ഇതുണ്ട രണ്ടുപേരും എന്തോ നടാൻ പോകുന്നത്? എന്തെങ്കിലും മുളക് ചെടിയോ എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ട്. അത് തന്നെ. ചീര നടാം. എന്തെങ്കിലുമൊക്കെ നടാം. അതാ വെറുതെ നിൽക്കണം. വെറുതെ നിന്ന് അടി കൂടുന്ന സമയത്തിന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യും കേട്ടോ. അതാണ് അവർക്കിത് ഇവിടെയൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നപ്പം ഇതുണ്ട ഒരു പ്ലാവ് ഇതാ ആകാശമുട്ട നിൽക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് കൊമ്പൊക്കെ അരങ്ങി വിട്ട് അങ്ങനെയൊക്കെ കുറച്ച് വൃത്തിയാക്കിയപ്പോൾ ഇവർക്കത് കണ്ടപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടണം. പുറത്തോട്ട് നടാൻ പറ്റില്ല, ഇവിടെ എത്ര സ്ഥലമല്ലേ ഉള്ളൂ. പുറത്ത് നട്ടാൽ എല്ലാം പന്നി കൊണ്ടുപോകും. ഇവിടെ അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ടിതാ അവരിതാ നമ്മുടെ ഡാൻസിങ് ഗേളിനെ കണ്ടോ? അതെ അതെ അതെ. അതാ നല്ല ഭംഗിയിൽ പൂത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ ചീരച്ചേമ്പ് ഒന്നുപോലെ ഇല്ലായിരുന്നിടത്ത് ഇപ്പോൾ കണ്ട ഇഷ്ടം പോലെയായി. വേറൊരു ചെറിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ചെറുതിലും എല്ലാം കറക്കി ഇതിപ്പം കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് നമ്മുടെ ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി ഇനി അവിടെയുണ്ട്. ഇതിൽ നിന്ന് ഇനി കുറച്ചുകൂടെയൊക്കെ പിരിച്ച് വെക്കണം. എന്തൊരു മണം നോക്കി. നല്ല മണം നമ്മുടെ ഇഞ്ചി. ഇതുപോലെ അത്യാവശ്യത്തിന് ഇഞ്ചി വെച്ചിരുന്നാൽ നമുക്കിതാ വീട്ടിലാവശ്യത്തിന് ഓടി വന്ന് ഒരു ഇഞ്ചി എടുക്കാം, നമുക്ക് ചമ്മന്തി അരയ്ക്കാം അല്ലേ? ഓ അമ്മ, ഇതെന്തൊരു ചെടിയാണ്? അറിയാമോ ഈ ചെടി എന്താണെന്ന്? അറിയൂല. നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ മിക്കവാറും ദിവസം എന്നും ചോറ് കെട്ടാൻ വേണ്ടി ചമ്മന്തി വേണം. അത് തന്നെ, അച്ഛന് ചമ്മന്തി വേണം ചോറിന്. അപ്പം ഇഞ്ചി നമ്മൾ ചമ്മന്തി ചിലപ്പോ കഴിക്കില്ല. അത്യാവശ്യത്തിന് അമ്മ നമ്മൾ ചിലപ്പോ ചമ്മന്തി കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല. ചിലപ്പോ അമ്മ നമുക്ക് അമ്മയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ വാഴത്തന്ന കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും അല്ലേ? നമുക്കിനി 2 ദിവസം ഇടയ്ക്ക് ഒരാഴ്ച 2 ദിവസം കറി വയ്ക്കാനുള്ള ചീരച്ചെമ്പൊക്കെ ആയി. ഇനി ഇലയൊക്കെ ഇട്ട് കറി വയ്ക്കണം. ഇത് കണ്ടോ നമ്മുടെ മാവ് നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റാത്തോണ്ട് വെച്ചാൽ നമ്മുടെ പന്നി വലുതായി പോവോ ഈ മാവ്? അതുകൊണ്ട് വലുതാവും. വേറെ എവിടെ നട്ടിട്ടില്ല. ഇത് നമ്മുടെ ഒരു സപ്പോർട്ടാ. എന്താ ഇതും ഗ്രോ ബാഗിൽ വെച്ചിരിക്കുക. ഇതൊക്കെ എടുത്തിന് താഴെ നടണം. ഇത് നമ്മുടെ ബനാന സപ്പോട്ട. ബനാന സപ്പോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിന്റെ ഫ്രൂട്ട് താണ്ട ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇതൊരു ബനാന സപ്പോട്ട. അതിന് നമ്മുടെ ഇതിന്റെ അനില ആന്റി തന്നത് മക്കളെ. അനില ആന്റി തന്നതാണ്. ഇതിന്റെ ഫ്രൂട്ട് ഒക്കെ എങ്ങനെ വരും എന്നൊക്കെ താണ്ട വെച്ചിട്ടുണ്ട്. വിത്ത് ഇതൊക്കെ എന്തിന്റെ വിത്താണ്? പാവലിന്റെ ഉണ്ട്, പിന്നെ പയറിന്റെ ഉണ്ട്. എല്ലാ വിത്തും അറിയണ്ടേ എന്തൊക്കെയാണെന്ന് പറഞ്ഞോണ്ട് കാണിച്ചിട്ട്. അമ്മ തുണി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ അത് മുളകൊന്നൊക്കെ ഇരുന്ന് 2-3 ദിവസമായി. ഇതുവരെ വയ്ക്കാൻ പറ്റിയില്ല. കണ്ടോ, നമ്മുടെ ചെറിയൊരു ബേസിലാണ് നമ്മൾ വെച്ചത്. ഇതേപോലത്തെ ഒരു ബേസ്. അമ്മ എല്ലാം അടുത്ത് വെക്കമ്മ. നീ കുടം കൊണ്ടുവന്നത് ഇത് കണ്ട അമ്മ ഒരു കുടത്തില് നമ്മുടെ അമ്മ കുറേശ്ശായിട്ടൊക്കെ കൃഷിയും ഇപ്പം ഒന്നുമില്ല. കൃഷിയൊന്നുമില്ല. ഇപ്പം കുറച്ചേ ഉള്ളൂ.
അപ്പോൾ ഇനി അടുത്ത് എല്ലാം കൂടെ തുടങ്ങാനുള്ള പരിപാടി. ഇനി ടെറസും കൂടെ എല്ലാം പോയി, എല്ലാം പോയി. ടെറസിൽ നമ്മൾ വെച്ചിരുന്നത് എല്ലാം നമ്മുടെ ഇനി മാറ്റിയിട്ട് പുതിയത് ടെറസിൽ വെച്ചിരുന്ന എല്ലാം മാറ്റിയിട്ട് പുതിയത് വെക്കാൻ പോകും. പൊന്നുവിന്റെ പുതിയ ഹെയർ ബാൻഡ് കാണിച്ചു കൊടുക്കും, പുതിയ പിങ്ക് ഹെയർ ബാൻഡ് കാണിച്ചു കൊടുക്കും എല്ലാരും. അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പം. ഇന്നലെ ചെപ്പൽ മേടിക്കാൻ പോയപ്പം അവിടുന്ന് അവിടുത്തെ അപ്പുറത്തെ ഫാൻസി കടയിൽ നിന്ന് ഇത് കിടക്കുന്ന കണ്ടപ്പം ചാടിപ്പോയി മേടിച്ചതാ. ഇതുണ്ടോ കുറച്ച് മല്ലി, ഞാൻ മല്ലി മുളക് ഉണങ്ങായിട്ടിട്ട് തലവേദനയായിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കുകയായിരുന്നു. അപ്പോൾ മിന്നും പൊന്നും മല്ലി കുറേ മല്ലി എടുത്ത് മണ്ണൊക്കെ ഇട്ട് കളിച്ച് കുറേയൊക്കെ താഴെ പോയി. ബാക്കി അവിടെ കിടന്ന് കുറച്ച് ഞാൻ തൂത്തുവാരി നമ്മുടെ ഈ പാത്രത്തിനകത്തിട്ട് അതെല്ലാം കിളിച്ച് നിൽക്കുക. ഇതൊരു കളർ ജമന്തി ഏതാണെന്നറിയില്ല. ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി എല്ലാം മാറിയതേ ഇവിടെയൊക്കെ വെച്ചിരിക്കുക. ഇതെല്ലാം നമുക്ക് തിരിച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വയ്ക്കണം. പുതിയ കൃഷികൾ കുറച്ച് തുടങ്ങണം. അതിൻ്റെയൊക്കെ പരിപാടിയിലാണ്. ഇത് രണ്ടും എന്റെ ചെടിയാണ്. ഇത് കണ്ട് ഈ ഫാഷൻ ആയിട്ട് നിൽക്കുന്ന ഈ നല്ല മഴ വരുന്നു. അതുകൊണ്ട് എല്ലാവരും ടാറ്റ ബൈ ബൈ ഉമ്മ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയുടെ പേരാണ് മിന്നു പൊന്നു വേൾഡ്. ഫേസ്ബുക്കിൽ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.